बीर बहुटी कहानी का 10वीं पेज। देखिए इसका अंतिम 10वीं पेज का अंतिम ധോഗണ്ട് 10ാം പേജിലെ അവസാനത്തെ 2 പാരഗ്രാഫ്। रविवार का दिन था। साहिल अपने घर में नीम के पेड़ की ढाली पकड़कर झूम रहा था। वह एक स्टूल पर चढ़कर झूलता था। अचानक टूटे स्टूल की एक कील साहिल की पिंडली में लग गई। 1 इंच गहरा गट्टा हो गया। दिवाली के छुट्टियों में भेला को चोट लगी और वो सफ़ेद पट्टी लगाकर स्कूल में आ गई। यही बात तो पहले कही गई। ഈ കാര്യം ആദ്യം പറഞ്ഞു നമ്മൾ। ബേലയുടെ തലയ്ക്ക് മുറിവ് പറ്റുകയും അവൾ പിന്നെ സ്കൂളിലേക്ക് വരികയും ചെയ്തു എന്ന്। फिर वो तो क्या है, वे दोनों साहिल और भेला ഗാന്ധി ചൗക്ക് से खेले। പിന്നെ അവർ ഗാന്ധി ചൗക്കിൽ നിന്ന് അവർ കളിച്ചതൊക്കെ പറഞ്ഞു। ഇനി അടുത്ത ഭാഗം രവിവാർ കാ दिन था। वो संडे ഞായറാഴ്ചയായിരുന്നു। साहिल अपने घर में नीम के पेड़ की ढाली पकड़कर झूम रहा था। साहिल अपने घर में साहिल സ്വന്തം വീട്ടിൽ नीम के पेड़ की ढाली पकड़कर വേപ്പിൻ്റെ പേട് മരത്തിൻ്റെ ढाली കൊമ്പ് പക്കടുക്കർ പിടിച്ചിട്ട് झूम रहा था ആടിക്കളിക്കുകയായിരുന്നു। അപ്പോൾ സാഹിൽ क्या कर रहा था, झूम रहा था ആടിക്കളിക്കുകയായിരുന്നു। कहाँ से എവിടുന്ന്, अपने घर में സ്വന്തം വീട്ടിൽ നിന്ന്, नीम के पेड़ की क्या पकड़कर, नीम के पेड़ की ढाली पकड़कर വേപ്പ് മരത്തിൻ്റെ കൊമ്പ് പിടിച്ച്। वो एक स्टूल पर चढ़कर झूलता था। वो एक स्टूल पर ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ ചടുക്കർ കയറിയിട്ട് झूलता था ആടുകയായിരുന്നു। അപ്പോൾ സ്റ്റൂൾ के ऊपर चढ़कर സ്റ്റൂളിൻ്റെ മുകളിൽ കയറിയിട്ട് नीम के ढाली पकड़ा था और झूलता था। साहिल was holding the branch of the neem tree and singing। अचानक टूटे स्टूल की एक कील साहिल की पिंडली में लग गई। अचानक सडनली टूटे स्टूल की പെട്ടെന്ന് പൊട്ടിയ സ്റ്റൂളിൻ്റെ एक कील എന്ന് പറഞ്ഞാൽ ആണി, സാഹിൽ की पिंडली में സാഹിലിൻ്റെ പിണ്ടലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഘുട്നെ കെ പീച്ചെ കാ മാംസൽ ഭാഗം, കാൽമുട്ടിന് താഴെയുള്ള മാംസളമായ ഭാഗത്തെയാണ് പിണ്ടലി എന്ന് പറയുന്നത്। അപ്പോൾ പിണ്ടലിമേ ലഗൈ, അപ്പോൾ കാൽമുട്ടിന് താഴെയുള്ള ആ ഭാഗത്ത് കീൽ ലഗൈ, കീൽ എന്ന് പറഞ്ഞാൽ ആണി, ലഗൈ തറച്ചു। ലഘ്ന എന്നത് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുള്ളത് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു। അപ്പോൾ കീൽ ലഗൈ ആണി തറച്ചു। കഹാ ലഗൈ, पिंडली में, किसके, हाँ साहिल के पिंडली में। कैसे एंगने, नीम के पेड़ की ढाली पकड़कर झूम रहा था। उसी वक्त वो एक स्टूल पर चढ़कर झूलता था। टूटे स्टूल की कील साहिल की पिंडली में लग गई। साहिल was holding the branch of the neem tree and singing. He climbed on to the stool and grabbed the tree's horn. Suddenly a nail of a broken chair hit on his leg. Broken stool hit on his leg. 1 इंच गहरा गट्टा हो गया। 1 इंच, 1 इंच ഗഹരാ ആഴത്തിലുള്ള ഗട്ട എന്ന് പറഞ്ഞാൽ കുഴി, ഹോഗയ ആയി, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോട്ട് ലഗന മുറിവ് പറ്റി। कैसे चोट लगा, 1 इंच चोट लगा, 1 ഇഞ്ച് ആഴത്തിലുള്ള ചോട്ട് ലഗ മുറിവ് പറ്റി। The wound was 1 inch deep. ആ മുറിവ് 1 ഇഞ്ച് ആഴത്തിലുള്ളതായിരുന്നു। അപ്പോൾ ചോട്ട് तो 1 इंच गहरा था। किसके पिंडली में, हाँ साहिल के पिंडली में चोट लगा। അടുത്ത പാരഗ്രാഫ് നോക്കാം। उसे सरकारी अस्पताल में पट्टी बंधवाने के लिए ले जाया गया। उसे
സാഹിൽ കോ, ഉസേ എന്ന് പറഞ്ഞാൽ ഉസ്കോ, അവനെ, ഉസേ അവനെ. साहिल को सरकारी अस्पताल में, गवर्नमेंट हॉस्पिटल में पट्टी बंधवाने के लिए, पट्टी बंधवाना बैंडेज ഇടുന്നതിന്, ले जाया गया കൊണ്ടുപോയി. he was taken to a government hospital for bandaging. सरकारी अस्पताल में ले जाया गया, साहिल को ले जाया गया. क्यों ले जाया गया? हाँ, पट्टी बंधवाने के लिए. कहाँ पट्टी बंधवाने के लिए? उसके पिंडली में. पिंडली में क्या हो गया? हाँ, चोट लग गया. അടുത്ത സെന്റൻസ് നോക്കാം. उसने देखा कि दो लोगों को छोड़कर आगे भेला खड़ी है. उसने देखा, അവൻ കണ്ടു, दो लोगों को छोड़कर, രണ്ടാളെ അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആകെ ബേല ഘടി ഹെ, മുന്നിലായിട്ട് കോൺ ഘടി ഹെ? ബേല ഘടി ഹെ. ബേല നിൽക്കുന്നു. കഹാ ഘടി ഹെ? സാഹിൽ കെ സാമനെ, अस्पताल के सामने, ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ ലൈൻ ഹേ, മരീസോं की കതാരേ, രോഗികളുടെ ഒരു ലൈൻ തന്നെയുണ്ട്. കതാർ നമ്മൾ പഠിച്ചു, നമ്മൾ ഈ പാഠഭാഗത്ത് തന്നെ പഠിച്ചു. കതാരേ ഹേ, മരീസോं की കതാരേം, രോഗികളുടെ നിരയുണ്ട്. ഉസ്മേ സാഹിൽ ക്യൂ മേ ഹേ, അതിൽ സാഹിൽ ക്യൂവിലാണ്. സാഹിൽ കെ ആകെ ദോ വ്യക്തി ഹേ, സാഹിലിൻ്റെ മുമ്പിൽ രണ്ട് വ്യക്തികളുണ്ട്. ഉസ്കെ ആകെ, അവർക്ക് മുന്നിൽ കോൺ ഖടി ഹേ, ആര് നിൽക്കുന്നു? ഭേല ഖടി ഹേ. अस्पताल में भी दोनों देखने ലഖേ, അല്ലേ? ഹോസ്പിറ്റലിലും അവർ രണ്ടുപേരും കണ്ടു. ഉസി വക്ത് दोनों के बीच का वार्तालाप शायद तो पूछे होंगे, ആ സമയം രണ്ടുപേരുള്ള ഒരു കോൺവെർസേഷൻ ചോദിക്കാം, എക്സാമിന് ചോദിക്കാം. अस्पताल में ये क्या हो गया, ഇതെന്ത് പറ്റിയതാണ്? സാഹിൽ, मैं तो गिर गई, സ്റ്റൂൾ സേ गिर गई, ഞാൻ സ്റ്റൂളിൽ നിന്ന് വീണാണ്. ആ രീതിയിൽ ഒരു കോൺവെർസേഷൻ അവിടെ ചാൻസ് ഉള്ളതാണ്. അടുത്ത സെൻറ്റൻസ് നോക്കുക. സിർ മേ പട്ടി ബന്ധവാനെ ആയി ഹേ. സിർ മേ, തലയിൽ, പട്ടി ബന്ധവാനെ ആയി ഹേ, ബാൻഡേജ് ഇടാൻ വന്നതാണ്. कौन? बेला. बेला के सिर में चोट है, वो पहले ही है, छुट्टी के दिनों में हुई, അല്ലേ? അവധിക്ക് ഉണ്ടായതാണ്, ദീപാവലി के छुट्टियों में. वो सिर में पट्टी बंधवाने आई है, തലയ്ക്ക് ബാൻഡേജ് ഇടാൻ എത്തിയതാണ്. कौन? बेला. स्कूल आते जाते हुए और कक्षा में कई दिनों तक दो ऐसे बच्चे दिखाई देते. സ്കൂൾ ആത്തെ ജാത്തെ ഹുയെ, സ്കൂളിൽ വരുന്നതും പോകുന്നതുമായി, और कक्षा में ക്ലാസ് में കൈ ദിനോ തക്, ഒരുപാട് നാളായിട്ട്, ദോ ऐसे बच्चे, രണ്ട് ഇത്തരത്തിലുള്ള കുട്ടികൾ, ऐसे बच्चे ഇത്തരത്തിലുള്ള കുട്ടികൾ, ദിഖായി ദേത്തെ, കാണപ്പെട്ടു, അല്ലേ? ദിഖായി ദേത്തെ. ഇനി അടുത്ത പേജിലാണ്, ദിഖായി ദേത്തെ രഹേ, കാണപ്പെട്ടുകൊണ്ടേയിരുന്നു. वह ऐसे दो बच्चों को दिखाई देते रहे. He was taken to a government hospital for bandaging. He saw Bella standing next to two people. She came to tie the bandage in the head. Two such children continued to appear in school and for several days in the classroom. ഇതിലെ മുകളിലെ ഭാഗം ഇനി ശ്രദ്ധിക്കാം. ദിഖായി ദേത്തെ രഹേ, കാണപ്പെട്ടു. जिनमें से एक के सिर पर पट्टी बंधी होती और एक की पिंडली में. जिनमें से, അവരിൽ, एक के सिर पर, ഒരാളുടെ തലയിലും, പട്ടി ബന്ദി ഹോത്തി, ബാൻഡേജ് ഇട്ടിരുന്നു. वो बेला के सिर में क्या है? ये पट्टी सिर पर, തലയ്ക്ക് മുകളിൽ. സിർമേം എന്ന് ഉപയോഗിക്കാൻ കാരണം തലയ്ക്ക് ഉള്ളിലാണ് ചോട്ട് ലഗി, അല്ലേ? മുറിവ് പറ്റിയത്. ഈ സിർപ്പർ ബാൻഡേജ് ലഗ, അല്ലേ? ബാൻഡേജ് ഇട്ടത് എവിടെയാണ്? സിർപ്പർ. പട്ടി ബന്ദി ഹോത്തി സിർപ്പർ, തലയ്ക്ക് മുകളിൽ. ഏക് കി പിണ്ടലി മേ, ഓർ, കൂടാതെ ഏക് കി പിണ്ടലി മേ, ഒരാളുടെ കാലിലാണ് പിണ്ടലി. सफ़ेद पट्टी वाले, ये दोनों कहीं पर भी साथ ही दिखाई देते.
सफ़ेद पट्टी वाले दोनों तो वाइट बैंडेज लगाए हैं ये दोनों छात्रों को ये दोनों बच्चों को ഈ രണ്ട് കുട്ടികളെയും कहीं पर भी എവിടെയും साथ ही दिखाई देते रहे ഒരുമിച്ച് തന്നെ दिखाई देते रहे കാണപ്പെട്ടു पांचवी कक्षा का रिजल्ट आ गया पांचवी कक्षा का അഞ്ചാം ക്ലാസ്സിലെ റിസൾട്ട് ആ ഗയ റിസൾട്ട് വന്നു ദ റിസൾട്ട് ഓഫ് ക്ലാസ് 5 ഹാസ് അറൈവ്ഡ് दोनों छड़ी में आ गए രണ്ടുപേരും छड़ी में ആറാം ക്ലാസ്സിൽ ആ ഗए വന്നു യह സ്കൂൾ പാഞ്ചവീ തക് ഹി था ഈ സ്കൂൾ അഞ്ചാം ക്ലാസ് വരെ ആയിരുന്നു The school is only up to the 5th साहिल अब तुम कहाँ पढ़ोगे बेला ने पूछा साहिल अब तुम നീ ഇപ്പോൾ कहाँ पढ़ोगे എവിടെ പഠിക്കും बेला ने पूछा बेला ചോദിച്ചു साहिल where will you study now और तुम कहाँ पढ़ोगी बेला साहिल ने पूछा എന്നാൽ നീ എവിടെ പഠിക്കും ബെല ചോദിച്ചു and where do you study बेला നീ എവിടെയാണ് പഠിക്കുക ബെല അപ്പോൾ दोनों आपस में सवाल पूछते हैं രണ്ടുപേരും പരസ്പരം ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് इसका जवाब तो नहीं दी साहिल पूछने पर क्या है बेला पूछने पर साहिल ने भी एक सवाल पूछ लिया बेला ചോദിച്ചപ്പോൾ സാഹിലും ക്വസ്റ്റ്യൻ രീതിയിൽ തന്നെ where do you study എന്ന അതായത് तुम कहाँ पढ़ोगे എന്നതാണ് സാഹിലും ചോദിച്ചത് मेरे पापा कह रहे थे कि तुझे राजकीय कन्या पाठशाला में पढ़ाएंगे और तुम मेरे पापा बेला बोलती है मेरे पापा मेरे पिताजी कह रहे थे बोल रहे थे പറഞ്ഞുകൊണ്ടിരിക്കുന്നു तुझे राजकीय कन्या पाठशाला में നിന്നെ राजकीय कन्या पाठशाला गवर्नमेंट गर्ल्स स्कूल में पढ़ाएंगे सिखाएंगे പഠാന സിഖാന പഠിപ്പിക്കുക और तुम എന്നാൽ നീയോ നിങ്ങളോ തും എന്നതാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ തും എന്നത് സമപ്രായത്തിലുള്ളവരെയാണ് ഹിന്ദിയിൽ യൂസ് ചെയ്യുന്നത് സെയിം ഏജ് है तो तुम യൂസ് करते हैं तो हमारे उम्र से छोटे है तो നമ്മളുടെ പ്രായത്തെക്കാളും ചെറുതാണെങ്കിൽ तू ऐसे बोलते हैं हमारे उम्र से നമ്മളുടെ ഏജിനെക്കാളും बड़े है तो വലുതാണെങ്കിൽ आप യൂസ് करते हैं यहाँ साहिल और बेला ഇവിടെ സാഹിലും ബേലയും സെയിം ഏജ് का है ഒരേ ഏജ് ആണ് इसीलिए ही तुम बोलते हैं അതുകൊണ്ട് തന്നെ തും എന്നതാണ് പ്രയോഗിക്കുന്നത് और तुम നിങ്ങളോ എന്നാണ് ചോദ്യം അപ്പോൾ സാഹിൽ തും സാഹിൽ നിങ്ങളോ നിങ്ങൾ കോൺവെർസേഷനൊക്കെ എഴുതുമ്പോൾ സാഹിൽ തും എന്ന രീതിയിൽ തന്നെ ശ്രദ്ധിക്കാം मेरे पापा कह रहे थे कि तुझे राजकीय कन्या पाठशाला में पिताजी कहा था तुझे तो गवर्नमेंट गर्ल्स स्कूल में पढ़ाएंगे my father was saying that you will study in the government girls school and you मुझे अगले साल अजमेर भेज देंगे वहाँ एक हॉस्टल है घर से दूर वहाँ अकेला रहूँगा साहिल बोलता है साहिल പറയുന്നു मुझे अगले साल नेक्स्ट ईयर यानी छठी कक्षा में അതായത് ആറാം ക്ലാസ്സിൽ अजमेर भेज देंगे അജ്മീറിലേക്ക് भेज देंगे അയക്കും वहाँ एक हॉस्टल है അവിടെ ഒരു ഹോസ്റ്റൽ ഉണ്ട് घर से दूर वहाँ अकेला रहूँगा വീട്ടിൽ നിന്നും ദൂരെ वहाँ അവിടെ अकेला रहूँगा ഒറ്റയ്ക്ക് താമസിക്കും कुछ पेरेंट्स तो ऐसे हैं छात्रावास में भर्ती कराते हैं अपने बच्चों को ले സ്വന്തം കുട്ടികളെ ഹോസ്റ്റലിലേക്ക് അയക്കുന്നു क्यों अकेले में कुछ ना कुछ ज्ञान मिलेंगे ഒറ്റയ്ക്ക് നമുക്ക് ഒരുപാട് അറിവ് നേടാനുണ്ട് इसीलिए कुछ पेरेंट्स तो ऐसे क्या है छात्रावास की ओर भेजते हैं कैसे अकेला रहना है
तो हमें क्या है धोने की, हमारे कपड़े धोने की, और क्या है कैसे दूसरों के हिल मिलकर कैसे जीना है, മറ്റുള്ളവരുമായിട്ട് ഇടപഴകി എങ്ങനെ ജീവിക്കണം, അതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ചില പാരൻസ് ഛാത്രാവാസ് ഹോസ്റ്റലിലേക്ക് അയക്കാറുണ്ട്. इसी तरह हमारे साहिल को, ഇതുപോലെ നമ്മുടെ സാഹിലിനെ कहाँ की ओर भेजते हैं, अजमेर की ओर भेजते हैं. ये तो दिली दोस्त है साहिल और ബെലയും സാഹിലും ദിലി ദോസ്റ്റ്, ക്ലോസ് ഫ്രണ്ട്സ് ആണ്. എനിക്ക് ഫ്രണ്ട്ഷിപ്പ് തോ ബിച്ചുട്ടെ ഹേ, ഇവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങ് അതായത് ഇല്ലാതെയാവുന്നു. ഡെയിലി देखने पर तो क्या है सभी बातें कर रहे थे, बातें करते थी, तो ऐसा नहीं होगा, ഇനി അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ മുझे अगले साल अजमेर भेज देंगे, എന്നെ അടുത്ത പ്രാവശ്യം അജ്മീറിലേക്ക് അയക്കും. വഹാ एक हॉस्टल है, അവിടെ ഒരു ഹോസ്റ്റൽ ഉണ്ട്. വഹാ അക്കേല രഹൂങ്ക, അവിടെ ഒറ്റയ്ക്ക് നിൽക്കും. വിൽ സെൻഡ് മീ ടു അജ്മീർ നെക്സ്റ്റ് ഇയർ, ദർ ഈസ് എ ഹോസ്റ്റൽ ദോ ഐ വിൽ ബി അലോൺ അവേ ഫ്രം ഹോം. ക്യോं സാഹിൽ, ബെല ആശ്ചര്യ സെ പൂച്ച്തി ഹേ, ബെല ആശ്ചര്യത്തോട് ചോദിക്കുക. ക്യോं സാഹിൽ, എന്തിന് സാഹിൽ, ക്യോं എന്തിന്, വൈ സാഹിൽ. പതാ നഹീ ക്യോं, പതാ നഹീ മുझे പതാ നഹീ, जानता नहीं मैं जानता नहीं, എനിക്ക് അറിയില്ല. ക്യോं എന്തിന്, do not know why, I don't know. तो यानी कि अब तुम फुलेरा में ही नहीं रहोगे, तो എന്നാൽ यानी कि ഇതുപോലെയാണോ, अब तुम फुलेरा में ही नहीं रहोगे, നീ ഫുലേറയിൽ തന്നെ नहीं रहोगे ഉണ്ടാവില്ലേ. और राजस्थान के जयपुर के निकट के फुलेरा में यही हालत हो रहा है. ഫുലേറയിലാണ് ഈ അവസ്ഥയൊക്കെ നടക്കുന്നത്. സാഹിൽ और ബെല दोनों സ്കൂളിൽ ബच्चे, രണ്ടുപേരും സ്കൂൾ കുട്ടികൾ. അപ്പോൾ तो यानी എന്നാൽ ഇതാണോ, ഇതുപോലെയാണോ, अब तुम फुलेरा में ही नहीं रहोगे, നീ ഫുലേറയിൽ തന്നെ ഉണ്ടാവില്ലേ. मेरे स्कूल में नहीं, എൻ്റെ സ്കൂളിലല്ല, യഹി ഫുലേര में ही, യഹി गाँव में ही, ഈ ഗ്രാമത്തിൽ തന്നെ नहीं रहोगे ഉണ്ടാവില്ലേ സാഹിൽ. ബെല ആശ്ചर्य से और क्या है और बड़ी दुख से बोलती है, വലിയ ദുഃഖത്തോടെ ചോദിക്കുകയാണ്. So that means you will no longer be in Fulera. No, नहीं साहिल बताता है, नहीं, नो. तुम्हारा रिपोर्ट कार्ड दिखाना, शो योर रिपोर्ट कार्ड. साहिल पूछते हैं बेला का रिपोर्ट कार्ड, साहिल बेला का रिपोर्ट कार्ड पूछता है. अगला भाग तो अगले कक्षा में देखें.